സഹകാരി ചേരുന്ന സമയത്ത് പൈസ ഇതുപോലെ ആ സമയത്ത് ഇടാനില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പൈസ ഒന്നും എനിക്കിങ്ങനെ തരുമായിരുന്നു, ഇച്ചിരി പൈസ തരുമായിരുന്നു. അതിനൊരു കുടുക്ക ഇതുപോലെ വാങ്ങിച്ചിട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് അതൊരു ഇതായപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിന് നോക്കിയപ്പോൾ അങ്ങനെയാണ് സഹകാരി പൈസ അടയ്ക്കുന്നത്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു പഠിച്ചതിന്റെ ക്വസ്റ്റ്യൻസ് സഹകാരിയിൽ തരുമായിരുന്നു. എല്ലാ ദിവസവും ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായി ഞങ്ങൾക്ക്. ജയച്ചിയുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യല്, JPHന്റെ വർക്കൗട്ട് ചെയ്യുക, സ്റ്റാഫ് നഴ്സിന്റെ വർക്കൗട്ട് ചെയ്യുക, അതുപോലെ അങ്ങനെ കുറെ നമ്മൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ നോക്കാൻ തുടങ്ങും. റെയിൽവേയുടെ ആയിരുന്നാലും എല്ലാം. പിന്നെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ, അതിൽ കുറെ TBയുടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ പ്രീവിയസ് എല്ലാം കുറെ വർക്കൗട്ട് ചെയ്യുക. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിൽ 2ാം റാങ്ക് ഹോൾഡറായിട്ടുള്ള ഷബാനയോടും കുടുംബത്തോടുമാണ് ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത്. എന്തായാലും നമ്മൾ തുടങ്ങുന്ന എല്ലാ മേഖലയിലും ആദ്യ റാങ്കുകളിലേക്ക് എത്തുന്നതിൽ ഉദ്യോഗാർത്ഥികളെ ഹെൽപ്പ് ചെയ്യുക എന്ന കാര്യത്തിൽ സഹകാരിയുടെ ലെഗസി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്ന ഒരാഴ്ച കഴിയുമ്പോഴാണല്ലേ ക്ലാസ് തുടങ്ങുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ക്ലാസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഫ്രീ ക്ലാസ്സിൽ തുടക്കത്തിൽ വന്ന ആളാണ് ഷബാന. സംഭവം 1.5 മാസം ആയപ്പോഴത്തേക്കും അല്ലേ നമ്മുടെ ആദ്യത്തെ മന്ത്ലി എക്സാമിനേഷനിൽ നമ്മുടെ സൂപ്പർവിഷൻ എക്സാമിനേഷനെ കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫർമേഷൻ വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അതെ ടോട്ടൽ നമുക്ക് കിട്ടിയ മൊത്തം 4 മാസമാണ്. 4 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയുള്ളത് ഒരു വലിയ കടൽ പോലുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ അതിനകത്തോട് ശരിക്കും പറഞ്ഞാൽ മാക്സിമം നമ്മൾ പടവെട്ടി, നമ്മൾ മാത്രമല്ല നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഷബാന അടക്കമുള്ള ആൾക്കാർ ഇതിന് നമ്മളോടൊപ്പം തോളോടെ തോൾ ചേർന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ഔട്ട്കമ്മിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എന്തായാലും അതിൽ കൺഗ്രാറ്റ്സ് ഷബാന, 2ാം റാങ്ക് ഹോൾഡർ. അപ്പോൾ നമ്മുടെ കുട്ടികൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പഠനാനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ സാധാരണക്കാരായി നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ പഠിച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കും അത് ഒരുപാട് പേർക്ക് അത് പ്രചോദനം തന്നെ ആവും. എന്തായാലും ഷബാന, ആരാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഡിപ്ലോമയിലേക്ക് ആരാണ് ആദ്യം കൊണ്ട് എത്തിച്ചത്? എനിക്ക് നഴ്സിംഗ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ നഴ്സിംഗ് കിട്ടിയിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ ഇതിന് LBSൽ കൊടുത്തു. അങ്ങനെ എനിക്ക് LBS ഇതിലും കൊടുത്തു, ഫാർമസിയും കൊടുത്തു. അപ്പോൾ 2ലും എനിക്ക് കിട്ടി, മെറിറ്റിൽ കിട്ടി. അങ്ങനെ അത് ഇതിൽ വന്ന് ആലപ്പുഴ ജില്ലയിൽ ഞാൻ പോയി ചേർന്ന്. ആലപ്പുഴ ജില്ലയിലെ AES എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. എന്നിട്ട് ഇതായിരുന്നു ഇഷ്ടം, ഫാർമസിക്കാളിൽ ഇതായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇതിൽ ചേർന്ന് എന്നിട്ട് അവിടെ നല്ല സുഹൃത്തുക്കളും. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ വീട് പത്തനംതിട്ട, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതൊക്കെ. ഇപ്പോൾ ഫാർമസി കോളേജാണത്, ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ ഉള്ളൊരു കോളേജാണ്. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കളെ കിട്ടി. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന കമ്പനി സ്റ്റഡി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫീൽഡ് വർക്ക് എല്ലാം നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെ സർക്കാർ സർവീസ് എന്നൊരു സ്വപ്നം നമ്മുടെ തലയ്ക്കകത്തുണ്ട്. ഫാർമസിനേക്കാൾ കൂടുതൽ പക്ഷേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണല്ലേ, കാരണം നമുക്ക് കുറച്ചധികം ഫീൽഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫീൽഡ് വർക്ക് ഉണ്ട്, മുനിസിപ്പാലിറ്റിയിൽ 15 ദിവസം ഉണ്ട്. അതെ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു മേഖല. ഡ്രീം ആയിരുന്നു നമ്മുടെ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അതിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മൾ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ചാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 60% ആണ് നമ്മൾ പൊതുവേ നമ്മൾ കവർ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സായി പോരുന്നത്. PSCയിലേക്ക് വരുമ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കാണ് നമുക്ക് ഇനിയും എന്തൊക്കെയോ ഒരുപാട് പഠിക്കാനുണ്ടെന്നൊരു തോന്നലുണ്ടാകുന്നത്. ഈ തോന്നലിനെ എങ്ങനെയാണ് ഷബാന അതിജീവിക്കാൻ വേണ്ടി ശ്രമിച്ചത്? ആദ്യം ഞങ്ങൾ പഠിക്കുമ്പോൾ കോവിഡിന്റെ സമയത്തായിരുന്നു എക്സാമും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ 2 ചെയ്ത ആൾക്കാരാണ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഞങ്ങൾ ചെയ്തതാണ്. ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് 1 വേർഡ് ആയിട്ടായിരുന്നു. സെക്കൻഡ് ഇയറിലേത് അല്ലാത്ത സാധാരണ പോലത്തെ പരീക്ഷയായിരുന്നു. പിന്നീട് ഇതുപോലെ പാർക്ക് ടെക്സ്റ്റ് വാങ്ങിച്ച് PSCക്ക് വേണ്ടിയിട്ട് പിന്നീട് കാരണം ഞാൻ കുറേ പേര് അന്വേഷിച്ചപ്പോൾ പാർക്ക് നല്ലപോലെ പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പാർക്ക് വാങ്ങിച്ചു. അതുപോലെ JP ബ്രദേഴ്സിൻ്റെ അനാട്ടമി ടെക്സ്റ്റ് അത് ഒക്കെ നല്ലപോലെ എല്ലാ ടോപ്പിക്കുകളും പിന്നെ ഒരു ദിവസം ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ലൈൻസ് പോലെ ഓരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ തുടങ്ങി. ആ ഒരു പഠനമാണ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിന് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അല്ലേ, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ എത്ര തന്നെ പഠിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ ക്ലാസ് കേട്ടാലും ചോദ്യങ്ങളെ പരിചയപ്പെടാതിരുന്നാൽ നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല. സഹകാരിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലേ, ഇപ്പോൾ ഒരു പരീക്ഷ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരു പഠിച്ചതിന്റെ ക്വസ്റ്റ്യൻസ് സഹകാരിയിൽ തരുമായിരുന്നു. ടെസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി ഞങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
വീക്കിലി ടെസ്റ്റിൽ എങ്ങനെ വീക്കിലി ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി ടെസ്റ്റ്. എത്ര പ്രാവശ്യം 1ാം റാങ്ക് മേടിച്ചിട്ടുണ്ട് വീക്കിലി ടെസ്റ്റിൽ? വീക്കിലി ടെസ്റ്റിൽ 2-3 പ്രാവശ്യം 1ാം റാങ്ക് മേടിച്ചിട്ടുണ്ട്. എക്സാം കറക്റ്റായിട്ട് എഴുതാമായിരുന്നു? എക്സാം എല്ലാം റിപ്പീറ്റ് ചെയ്ത് അതിൽ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, എഴുതി ഉറപ്പിക്കുകയായിരുന്നു. നമുക്ക് ഇതുപോലൊരു വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരീക്ഷ ആവുന്നത് തന്നെ എപ്പോഴും നമുക്കൊരു മുൻകരുതൽ ആവശ്യമാണ് അല്ലേ? പരീക്ഷയെ നമ്മൾ നേരിടുമ്പോഴത്തേക്ക് ഒരു മുൻകരുതൽ ആവശ്യമാണ്. എങ്ങനെയായിരുന്നു നമ്മൾ പരീക്ഷയിൽ എത്രയാണ് അറ്റൻഡ് ചെയ്തു ഷബാന? PSC എക്സാമിൽ ഞാൻ ഓൾമോസ്റ്റ് 90 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 64 എണ്ണം എൻ്റെ ശരിയായിരുന്നു. പിന്നെ കുറച്ച് മൈനസ് കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ 50 സംതിങ് കിട്ടി. റിസ്ക് എടുത്തു എന്നാണ് പറയാൻ അല്ലേ? ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അനാട്ടമി ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ നേഴ്സ് നമ്മളിപ്പോൾ ഇത് മാത്രം ആയിരിക്കല്ലേ, ഇപ്പം ഹെൽത്തിൻ്റെ JHയുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യില്ല, JPHൻ്റെ വർക്കൗട്ട് ചെയ്യുക, സ്റ്റാഫ് നഴ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുക, അതുപോലെ അങ്ങനെ കുറേ നമ്മൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ നോക്കാൻ തുടങ്ങും. റെയിൽവേയുടെ ആയിരുന്നാലും എല്ലാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ, അതിൽ കുറേ TBയുടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമ്മൾ പ്രീവിയസ് എല്ലാം കുറേ വർക്കൗട്ട് ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്, അത് നമ്മൾ പഠിക്കുക, അത് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ കുറേ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ ഒരു രക്ഷയില്ല. ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ അത് ചെയ്ത് മുന്നോട്ട് വരണം. അപ്പോൾ റിവിഷൻ എങ്ങനെയായിരുന്നു ഷബാനയുടെ? ആദ്യം ഫസ്റ്റ് ഇതെല്ലാം, പിന്നെ ആണെങ്കിൽ ഞാൻ കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ഓരോ ടോപ്പിക്കുകളും എഴുതി വെക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോ ഇത് പഠിച്ചിട്ട് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്, അവൾക്ക് 3rd റാങ്ക് കിട്ടിയത്, സൽമ എന്ന പേര്. അപ്പം അവിടെ ഞാൻ കമ്പൈൻ സ്റ്റഡി ചെയ്യുമായിരുന്നു, കോൺഫറൻസ് ആയിട്ടായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ 12:30 വരെയോളം ഞങ്ങൾ 1 മണി വരെ ഒക്കെ ഇരിക്കുമായിരുന്നു പഠിക്കാൻ രാത്രിയിൽ. അങ്ങനെ പകലും ഇരുന്നു, അതേപോലെ വീട്ടിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇതായിരുന്നു, റിവിഷൻ ടൈമിലായിരുന്നാലും ഇത് തുടങ്ങുന്ന സമയത്തായിരുന്നാലും ഇക്ക ഇതുപോലെ ഈ സഹാരി ചേരുന്ന സമയത്ത് പോലും പൈസ ഇതുപോലെ ആ സമയത്ത് ഇടാനില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു. അപ്പോൾ ഇക്ക ഇതുപോലെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പൈസ ആയിരുന്നു എനിക്കിങ്ങനെ തരുമായിരുന്നു, ഇച്ചിരി പൈസ തരുമായിരുന്നു. അതിനൊരു കുടുക്ക ഇതുപോലെ വാങ്ങിച്ചിട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ട് അതൊരു ഇതായപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിന് നോക്കിയപ്പോൾ അങ്ങനെയാണ് സഹാരി പൈസ അടയ്ക്കുന്നത്, തരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഇക്കയെ വിളിച്ചേ പറ്റുള്ളൂ. ഇക്ക വരൂ, ഇക്ക ഇവിടെ ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. കാര്യം സപ്പോർട്ടായിരുന്നു ഇക്ക എനിക്ക്. ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലെ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ നേരെ തിരിച്ചും കേട്ടോ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്നാലേ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഷബാനയുടെ വിജയത്തിന്റെ നെടുന്തൂണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഷൈജു അല്ലേ? ഷൈജു, കൺഗ്രാസ് ഷൈജു. ഷൈജു ഒരു എഡ്യൂക്കേറ്റർ കൂടെയാണ്. ഇപ്പോൾ നിലവിൽ ഫിസിക്സ് മാത്സിനൊക്കെ +2 വരെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന അധ്യാപകൻ കൂടെയാണ്. അപ്പോൾ ഷൈജു ശരിക്കും പറഞ്ഞാൽ ഷൈജു എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ആളിനെ? ക്ലാസ് എടുത്ത് ഞങ്ങൾ രാവിലെയും വൈകുന്നേരം ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പോയ ശേഷം പിന്നെ വൈകിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ പറയും അവളോട് പോയിരുന്ന് പഠിച്ചോളാൻ പറയും, സമയമൊന്നും കളയണ്ട, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയിരുന്ന് പഠിച്ചോളാൻ പറയും. ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ഇതിനകത്ത് അമ്മാതിരി കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ആ ഒരു മൈൻഡ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആംബിയൻസ് നമ്മൾ കൊടുത്താൽ. ഇവള് 10, 12, 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറക്കം വിഷഞ്ഞ് ഇപ്പം നല്ലതുപോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാം. മാത്രമല്ല 100 എണ്ണം ഇപ്പം ഇന്ന് 100 ക്വസ്റ്റ്യൻസ് നീ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് തരുമായിരുന്നു ടാർഗറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുകയായിരുന്നു. ഇന്ന് ഇത്ര 10 പേജ് പഠിക്കുക, 100 ക്വസ്റ്റ്യൻസ് പഠിക്കുക, അങ്ങനെ അത് പിന്നെ കൂടി വന്നു. പിന്നെ ഒരു റിവിഷൻ ആ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ കൂടുതൽ 500 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു സിറ്റുവേഷനാണ് ഷബാനയോടൊപ്പം അതുപോലെ ഷൈജുവിനോടൊപ്പം നിൽക്കുന്നത്. കാര്യം ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് വലിയ ഉയരങ്ങൾ കീഴടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ സന്തോഷത്തിന് പകരം വയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ അഡ്വൈസ് മേടിക്കുക, അഡ്വൈസ് മേടിച്ച് അതുപോലെ MCS പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ എന്തിനാ പത്തനംതിട്ട അടുത്ത് തന്നെ നമുക്ക് ജില്ലാ പത്തനംതിട്ട തന്നെ അല്ലേ? ആണ്, അടുത്ത് തന്നെ ജോലി ചെയ്യാനും ഒരുപാട് ആൾക്കാരെ, പ്രത്യേകിച്ച് നമുക്ക് ഹെൽത്തിൻ്റെ ഫീൽഡായിട്ട് ഒരുപാട് ആൾക്കാർ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ നമ്മളെ.